അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെ മഹത്തായ പ്രതിഫലമുള്ള ഒരു സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ്. അതാണ് ളുഹാ നിസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹവും ബർക്കത്തും കൊണ്ടുവരുന്ന നിസ്കാരമാണ് ളുഹാ നിസ്കാരം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഏകദേശം 15-20 മിനിറ്റിന് ശേഷം ളുഹർ നിസ്കാരത്തിന് തൊട്ടു മുന്നേ വരെയാണ് ളുഹാ നിസ്കാരത്തിന്റെ സമയം. എന്നിരുന്നാലും ളുഹാ നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായത് രാവിലെ 9:30 അഥവാ 10 മണി എന്ന സമയമാണ്. ഈ സമയത്താണ് മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി കൂടുതൽ തസ്ബീഹ് ചൊല്ലുക. അതുകൊണ്ട് ഒരാൾ ഈ സമയത്ത് ളുഹാ നിസ്കരിച്ച് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ളുഹാ നിസ്കാരത്തിന് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. 1. ഉംറയുടെ പ്രതിഫലം. ളുഹാ നിസ്കരിക്കുന്നവർക്ക് പരിപൂർണമായി ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കും. 2. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. ളുഹാ നിസ്കരിക്കുന്നവർക്ക് മാത്രമായി സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഒരെണ്ണം തുറക്കപ്പെടുമെന്ന് അല്ലാഹു തആല പറയുന്നു. 3. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടും. ളുഹാ നിസ്കരിക്കുന്നവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തും. 4. അസുഖം മാറും. തീർച്ചയായും ളുഹാ നിസ്കരിക്കുന്നവരുടെ മാനസിക അസ്വസ്ഥതകളും ശരീരവേദനകളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. 5. പ്രതിഫലം ലഭിക്കും. എന്നും ളുഹാ നിസ്കരിക്കുന്നവർക്ക് ദിവസവും 360 തവണ സദഖ നൽകിയ പ്രതിഫലം ലഭിക്കും. 6. പാപങ്ങൾ പൊറുക്കപ്പെടും. ളുഹാ നിസ്കാരം ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സഹായിക്കും. അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും. 7. ആഗ്രഹങ്ങൾ സഫലമാകും. ളുഹാ നിസ്കരിച്ചതിനു ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഹലാലായ എല്ലാ ആഗ്രഹവും അല്ലാഹു തആല നിറവേറ്റിത്തരും. 8. ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം. എന്നും ളുഹാ നിസ്കരിക്കുന്നവരെ അല്ലാഹു തആല ഖബർ ശിക്ഷയിൽ നിന്നും കാക്കും. 9. ശരീരത്തിനുള്ള സ്വതക്ക. നമ്മൾ ഓരോ ദിവസവും മനുഷ്യ ശരീരത്തിലെ ഓരോ സന്ധിക്കും സ്വതക്ക നൽകണം. അതിനെല്ലാം പകരമാണ് 2 റക്അത്ത് ളുഹാ നിസ്കാരം. 10. നരകമോചനം. ളുഹാ നിസ്കാരം പതിവാക്കിയവരെ അല്ലാഹു തആല നരകശിക്ഷയിൽ നിന്ന് കാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹാ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് 3 കാര്യങ്ങൾ ഉപദേശിച്ചു. എല്ലാ മാസവും 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ ദിവസവും മനുഷ്യ ശരീരത്തിലെ ഓരോ സന്ധിക്കും സ്വതക്ക നൽകേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ എല്ലാം സ്വതക്കയാണ്. എന്നാൽ ളുഹായിലെ 2 റക്അത്ത് നിസ്കാരം ഇതിനെല്ലാം പകരമാകുന്നു. അല്ലാഹു നമുക്ക് നൽകിയ ശരീരം, ആരോഗ്യം, ജീവൻ എന്നിവയ്ക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ മാർഗങ്ങളിൽ ഒന്നാണ് ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരം അല്ലാഹുവിന്റെ ബർക്കത്ത് ലഭിക്കാൻ കാരണമാകും. ളുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും കുറഞ്ഞ എണ്ണം 2 റക്അത്താണ്. 4, 6 അല്ലെങ്കിൽ 8 റക്അത്ത് വരെ 2 റക്അത്ത് വീതം നിസ്കരിക്കാവുന്നതാണ്. ളുഹാ നിസ്കാരത്തിന് സജ്ജനങ്ങളുടെ നിസ്കാരം എന്ന് അറിയപ്പെടുന്നു. ഈ സുന്നത്ത് ജീവിതത്തിൽ സ്ഥിരമാക്കാൻ നമ്മൾ ദിവസവും സൂര്യോദയത്തിന് ശേഷം കുറച്ച് സമയം മാറ്റിവെക്കുക. 2 റക്അത്ത് ളുഹാ നിസ്കരിക്കുക. നിസ്കാരത്തിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകൾ ചെറിയതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. അതിനാൽ ഇന്ന് മുതൽ തന്നെ ളുഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ളുഹാ നിസ്കാരം സ്ഥിരമായി നിർവഹിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സകല പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ ദുആകളും
അല്ലാഹു താല സ്വീകരിക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.